نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. بسم الله الرحمن الرحيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പരിപാലകനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ വളരെ കൃത്യമായി പാലിച്ച് ജീവിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുചര്യകൾ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാനും പരിശ്രമിക്കണമേ എന്നുകൂടിയും സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ശക്തമായ ഭാഷയിൽ അല്ലാഹു അത് നമ്മെ ഏവരെയും തുണയ്ക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ആയി നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം
ബഹുമാനപ്പെട്ട പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ മകള് ഫാത്തിമ നർഗീസ് എന്ന് പറയുന്ന 16 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്ത്രീ പള്ളിപ്രവേശവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു അഭിമുഖത്തിൽ ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ് സ്ത്രീകൾക്ക് ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതും താമസിയാതെ തന്നെ സ്ത്രീ പള്ളിപ്രവേശം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും ഈ കുട്ടി അതിൻ്റെതായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ കുട്ടിയുടെ പിതാവ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ 16 വയസ്സ് മാത്രം പ്രായമുള്ളതുകൊണ്ട് മതകാര്യത്തിൽ പക്വതയില്ലാതെ നടത്തിയ ഒരു പരാമർശമാണ് അത് എന്നും സ്ത്രീ പള്ളിപ്രവേശനത്തിന് അനുകൂലമല്ല എന്ന രീതിയിൽ പോസ്റ്റ് ഇടുകയും ചെയ്തത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. 16 വയസ്സാണ് എങ്കിലും 60 വയസ്സാണ് എങ്കിലും ഇസ്ലാമിക വിഷയത്തില് ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ചു വരുന്ന കാര്യങ്ങൾ യാതൊരു തർക്കവുമില്ലാതെ അംഗീകരിക്കുകയും സത്യം തുറന്നു പറയുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതും കരണീയമായത്. മുസ്ലിം സമൂഹത്തിലെ സ്ത്രീ ജമാഅത്തുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ എമ്പാടും നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എണ്ണിയാലൊടുങ്ങാത്ത ഒട്ടനവധി വാദപ്രതിവാദങ്ങളും ഖണ്ഡന മണ്ഡനങ്ങളുമൊക്കെ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യാന്വേഷികളായ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന വിഷയത്തിൽ സ്വീകരിക്കേണ്ടുന്ന മാനദണ്ഡത്തെ സംബന്ധിച്ച് ഖുർആൻ വളരെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്തിട്ടുണ്ട്. فَإِن تَنَازَعْتُمْ فِي شَيْءٍ فَرُدُّوهُ إِلَى اللَّهِ وَالرَّسُولِ. നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടക്കണം എന്നുള്ള ഖുർആനിന്റെ ആയത്ത് ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും അതോടൊപ്പം അള്ളാഹുവിലും വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതാണ് നിർവഹിക്കേണ്ടത് എന്നും വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മതകാര്യത്തിൽ ഏതൊരു വിഷയത്തിലായിരുന്നാലും അഭിപ്രായ വ്യത്യാസവും ഭിന്നിപ്പും ഉണ്ടാകുന്ന വിഷയത്തെ സംബന്ധിച്ചിടത്തോളം എന്താണോ ഖുർആൻ നിർദ്ദേശിക്കുന്നത്, പ്രവാചകന്റെ മാനദണ്ഡം എന്താണോ അതിലേക്കായിരിക്കണം വിശ്വാസികൾ മടങ്ങേണ്ടത്. ഏത് വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. റസൂലുള്ള എന്തൊന്നാണോ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നത് അതിനെ നിങ്ങൾ സ്വീകരിക്കുകയും എന്താണോ പ്രവാചകൻ നിങ്ങളോട് വിലക്കിയത് അതിനിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതോടൊപ്പം തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും പ്രവാചകനും ഒരു വിഷയത്തെ സംബന്ധിച്ച് ഖണ്ഡിതമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഭിപ്രായത്തോട് യോജിച്ച് നിൽക്കുകയും ആ അഭിപ്രായത്തോട് നേർക്ക് നേരെ ആ അഭിപ്രായത്തെ ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കേണ്ടുന്ന കൃത്യമായ നിലപാട് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു
അംറൻ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് വല്ല ളലാലൻ മുബീന. അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനായിക്കൊള്ളട്ടെ, സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീയായിക്കൊള്ളട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറയാൻ അവർക്ക് സാധിക്കുകയില്ല. അങ്ങനെ അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. വല്ലവനും അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം അവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ വഴിപിഴവിൽ തന്നെയാണ് അവർ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിച്ച് കാണുന്നതായി കാണാൻ സാധിക്കും. അത് തന്നെ ഏതൊരു വിഷയമാണോ, സ്ത്രീ ജമാഅത്തായിരുന്നാലും തർക്കമുള്ള ഏതൊരു വിഷയമായിരുന്നാലും ആ വിഷയത്തിലൊക്കെ സത്യവിശ്വാസികൾ അവലംബിക്കേണ്ടുന്ന മാർഗം എന്ന് പറയുന്നത് പ്രവാചകനിലേക്കും സുന്നത്തിലേക്കും വിശുദ്ധ ഖുർആനിലേക്കും മടക്കുക എന്നുള്ളതാണ്. അവിടെ നിന്നുകൊണ്ടായിരിക്കണം സ്ത്രീ ജമാഅത്തുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിന്റെ സമീപനം എന്താണ് എന്നും പ്രവാചകന്റെ കാലഘട്ടത്തിലും പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങളിലും എന്തൊക്കെയാണോ വിശദീകരിച്ചു തന്നിട്ടുള്ളത് അതിനെ പഠിക്കാനും അത് സ്വീകരിക്കാനുമുള്ള മനസ്സായിരിക്കണം ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകേണ്ടുന്നത് എന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമുക്ക് പകർന്നു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ പൂർവികരായ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ മുസ്ലിങ്ങളായ സ്ത്രീകള് പള്ളികളിൽ ജമാഅത്തിലും അതേപോലെ തന്നെ അവിടുത്തെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും ചെന്നിട്ടുണ്ട്, എത്തിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. നമുക്കറിയാം, ലോക മുസ്ലിങ്ങൾക്ക് മാതൃകയായിട്ട് വിശുദ്ധ ഖുർആൻ എടുത്ത് വിശദീകരിക്കുന്ന സ്ത്രീയാണല്ലോ ഈസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം. മറിയം അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നത് ഈ സഖരിയാ നബി അലൈഹിസ്സലാമിന്റെ സംരക്ഷണത്തില് പള്ളിയിലായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ആ സഖരിയാ നബി അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ വളർന്നു വന്ന മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. യാ മറിയം, യാ മറിയം ഇഖ്നുതി ലിറബ്ബികി വസ്ജുദി വർകഇ മഅർ റാകിഈൻ. ഹേ മറിയമേ, നീ അല്ലാഹുവിനോട് ഭയഭക്തി കാണിക്കണം, അല്ലാഹുവിനെ സൂക്ഷിച്ച് നീ ജീവിക്കണം, അതോടൊപ്പം നീ സുജൂദ് ചെയ്യണം, നീ റുകൂ ചെയ്യണം. ആരോടൊപ്പമാണ് സുജൂദും റുകൂഉം ചെയ്യേണ്ടത്? മഅർ റാകിഈൻ, റുകൂ ചെയ്യുന്നവരോടൊപ്പം നീ എന്ത് ചെയ്യണം? റുകൂ ചെയ്യണം. ആ ഒപ്പം അവരോടൊപ്പം അവിടെയുള്ള ആളുകളോടൊപ്പം റുകൂ ചെയ്യണമെന്നുള്ള പ്രസ്താവ്യം എന്ന് പറയുന്നത് പള്ളിയില് ജമാഅത്തായ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചു എന്നതിന് വിശുദ്ധ ഖുർആൻ നൽകുന്ന ഒരു തെളിവാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് സഖരിയാ നബി അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ വളർന്നു വന്ന മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അവരിൽപ്പെട്ടവരായിട്ട് അത് നിർവഹിക്കുക എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്നുണ്ടായിരുന്ന പള്ളിയിലുണ്ടായിരുന്ന ആളുകളോടൊപ്പം കൂടിക്കൊണ്ടായിരിക്കണം എന്ത് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് എന്നാണ് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള ഖുർആനിന്റെ നിർദ്ദേശം എന്നാണ് ഈ ആയത്തിലൂടെ മനസ്സിലാകുന്നത് എന്നാണ് വിശദീകരിച്ചത്. ഇനിയും ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ 5 നേരത്തെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ, ഫർദ് നമസ്കാരങ്ങളില്, അതേപോലെ ജുമുഅ നമസ്കാരങ്ങളില് മുസ്ലിം സ്ത്രീകളായ ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിർവഹിച്ചതും അതിന് വ്യക്തമായ ഒരുപാട് പരാമർശങ്ങളും ഒരുപാട് ഹദീസുകളും നമുക്ക് കാണാവുന്നതാണ് എന്ന് കാണാൻ സാധിക്കും എന്നുള്ളത് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിച്ചുകൊണ്ടുള്ള ആരാധനാ കർമ്മങ്ങൾ അനുവദനീയമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിരവധി ഹദീസുകള് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്ത്രീയെ വിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവരുടെ വസ്ത്രധാരണമൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ട് ഒരു മുസ്ലിം സ്ത്രീ പള്ളിയിലേക്ക് പോകാൻ
അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ അനുവാദം കൊടുക്കണമെന്നതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിക്കുന്നു, പള്ളിയിലേക്ക് പോകുന്നതിന് നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ എന്ത് ചെയ്യണം? അവർക്ക് നിങ്ങൾ അനുവാദം കൊടുക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. അപ്പൊ അനുവാദം ചോദിച്ചാൽ അനുവാദം കൊടുക്കണമെന്നുള്ളത് പ്രവാചകന്റെ നിർദ്ദേശമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതുവരെയും രാത്രി നമസ്കാരത്തിന് നമ്മൾ ശ്രദ്ധിക്കണം. പകൽ മാത്രമല്ല, രാത്രി നമസ്കാരത്തിന് ഒരു സ്ത്രീയെ അനുവാദം ചോദിക്കുകയാണ്, ഞാൻ ജമാഅത്ത് നമസ്കാരത്തിൽ പോയിക്കൊള്ളട്ടെ, തറാവീഹ് നമസ്കാരത്തിന് പോയിക്കൊള്ളട്ടെ, ഞാൻ സുബഹി നമസ്കാരത്തിന് പോയിക്കൊള്ളട്ടെ എന്ന് ഒരു സ്ത്രീയെ തന്റെ ഭർത്താവിനോട് അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം എന്നുള്ളതാണ് ഭർത്താവിന് ഇസ്ലാം കൊടുക്കുന്ന നിർദ്ദേശം. എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ സ്ത്രീകള് രാത്രിയാണ് നിങ്ങളോട് അനുവാദം ചോദിക്കുന്നതെങ്കിൽ ആ അനുവാദം രാത്രിയിൽ നിങ്ങൾ കൊടുക്കണം. അതിനും നിങ്ങൾ അനുവാദം കൊടുക്കണം എന്നുള്ളത് ഇസ്ലാം നിർദ്ദേശിക്കുന്ന കാര്യമാണ്. ഇനിയും അനുവാദം ചോദിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരെ തടയാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. പോകാൻ പാടില്ല, പള്ളിയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു നിർത്താൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ വ്യക്തമായ നിർദ്ദേശമാണ്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ വിശദീകരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ പള്ളിയിൽ പോകുന്നതിൽ നിന്നും തടഞ്ഞു നിർത്താൻ പാടില്ല, അവരെ തടഞ്ഞു നിർത്തരുത്. അവർക്ക് നിങ്ങൾ അനുവാദം കൊടുക്കണമെന്നാണ് എന്ത് പ്രവാചകൻ നമുക്ക് നിർദ്ദേശിച്ചു തരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഹദീസിനെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഹദീസ് സമാഹാരങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതിനൊരു അധ്യായം കൊടുത്തിട്ടുണ്ട്. ആ അധ്യായത്തിന്റെ പേര് തന്നെ ഖുറൂജുൻ നിസാഇ ഇലൽ മസാജിദ്, സ്ത്രീകള് പള്ളിയിലേക്ക് പുറപ്പെടൽ എന്ന പേര് കൊടുത്തുകൊണ്ടാണ് ഈ ഹദീസിനെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് എന്നുള്ളതും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോയി ജമാഅത്ത് നമസ്കാരങ്ങളിൽ ജുമുഅ നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും തടയാനും പാടില്ല എന്ന നിർദ്ദേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞില്ല, ഇനിയും പള്ളി വിലക്കാനും പാടില്ല. കാരണം എന്താണ്? ചില പള്ളിക്കാര് ഇന്ന് പള്ളി വിലക്കുകയാണ്. അതോടൊപ്പം ഭർത്താക്കന്മാര് സ്ത്രീകൾക്ക് അനുവാദം കൊടുക്കാതെ പള്ളി വിലക്കുന്നതായി കാണാൻ സാധിക്കും. അവിടെയും എന്താണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ വളരെ കൃത്യമായ നിർദ്ദേശമാണ്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നും അല്ലാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? തടയാൻ പാടില്ല എന്നുള്ളത് അല്ലാഹുവിന്റെ പ്രവാചകൻ വളരെ വ്യക്തമായി നിർദ്ദേശിച്ചു തരുന്നു. നമുക്കറിയാമല്ലോ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും ആക്ഷേപം ഉന്നയിക്കുന്ന ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഭാര്യ ആതിഖ റളിയല്ലാഹു അൻഹയെ പള്ളിയിൽ പോകുന്നത് തടഞ്ഞിരുന്നു എന്നും പള്ളിയിൽ പോകാൻ അനുവദിച്ചില്ല എന്നും ഒക്കെ വാദങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട് എന്തായിരുന്നു? ആതിഖ റളിയല്ലാഹു അൻഹ സുബഹി ജമാഅത്തിൽ പോലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പള്ളിയിൽ പോയി നമസ്കരിക്കുമായിരുന്നു എന്ന് അവരോട് ചോദിക്കപ്പെട്ടു. എന്താണ്? അവര് കാനത്ത് ഇംറഅതു ലി ഉമറ തശ്ഹദു സ്വലാത്ത സുബ്ഹി വൽ ഇശാ ഫിൽ ജമാഅത്തിൽ മസാജിദ്. പള്ളിയിൽ പോയിട്ട് ആതിഖ റളിയല്ലാഹു അൻഹ സുബ്ഹിയും അതോടൊപ്പം ഇശായും നമസ്കരിക്കുമായിരുന്നു. ഫഖീല ലഹാ, അങ്ങനെ അവരോട് ചോദിക്കപ്പെട്ടു, ലിമ തഖ്റുജീന വഖദ് തഅലമീന അന്ന ഉമറ യക്റഹു ദാലിക വയഗാറു. നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ എന്തിനാണ് പള്ളിയിൽ രാത്രി വന്ന് നമസ്കരിക്കുന്നത്? നിങ്ങളുടെ ഭർത്താവ് ഉമർ റളിയല്ലാഹു അൻഹുവിന് നിങ്ങൾ രാത്രിയിൽ വന്ന്
നമസ്കരിക്കുന്നത് ഇഷ്ടമല്ല എന്നറിയാമല്ലോ. അതോടൊപ്പം അതിനോട് റളിയല്ലാഹു അൻഹുവിന് കോപമാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എപ്പോൾ ആ ഭാര്യ ആത്തിഖ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിച്ചു, വമാ യംനഉഹു അൻ യൻഹാനി, എന്നിട്ട് എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു എന്നെ തടയാത്തത്? ഞാൻ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നുണ്ടല്ലോ രാത്രിയില്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇത് അറിയാമായിരുന്നു എങ്കിൽ, ഇതിനോട് വെറുപ്പാണ് എങ്കിൽ, എന്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു എന്നെ തടയാത്തത് എന്ന ചോദ്യത്തിന് അവര് തന്നെ, ആ ചോദിച്ച ആള് തന്നെ മറുപടി പറഞ്ഞു. എന്ത്? അദ്ദേഹം തടയുമായിരുന്നു, അദ്ദേഹം തടയുമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിന്റെ വാക്ക് കൊണ്ടാണ് തടയാത്തത്. എന്താണ് പ്രവാചകന്റെ വാക്ക്? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ, അല്ലാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകളെ, അല്ലാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകളെ, നിങ്ങൾ പള്ളിയിൽ പോകുന്നത് തടയാൻ പാടില്ല എന്ന ഈ വാക്യമില്ലായിരുന്നു എങ്കിൽ നിങ്ങളെയും ഉമർ റളിയല്ലാഹു അൻഹു തടയുമായിരുന്നു എന്നുള്ളത് പ്രിയമുള്ളവരെ, സ്ത്രീകള്, മുസ്ലിം സ്ത്രീകള്, വിശ്വാസിനികളായ സ്ത്രീകള് ജമാഅത്തുകളില് ഇമാമിങ്ങളോടൊപ്പം പള്ളിയിൽ പോയി നമസ്കരിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല എന്ന് ഇസ്ലാം തന്നെ നിരവധി ഹദീസുകൾ, എന്തിനേറെ ഏകദേശം 100-ലധികം എന്ന് പറഞ്ഞാൽ 150ഓളം ഹദീസുകള് ഇമാം സ്ത്രീ പള്ളി പ്രവേശവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ സഹാബി വനിതകള് അവര് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട് പ്രവാചകനോടൊപ്പം. ഇക്കാലഘട്ടത്തിലല്ല, ചില ആളുകള് പിന്നീടാണ് ഇപ്രകാരമുള്ള സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിക്കുന്ന നിലപാടുകൾ പിന്നീടുണ്ടതാ കടത്തിക്കൂട്ടിയതാണ് എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പ്രവാചകനോടൊപ്പം സ്വഹാബി വനിതകള് പള്ളിയിൽ പോയി നമസ്കരിച്ചിരുന്നു എന്ന് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് കാണാൻ നിരവധി ഹദീസുകള്. ബുഖാരിയുടെ 709-ാമത്തെ ഹദീസുകളില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, ഞാനിങ്ങനെ അധികമായി ദീർഘിപ്പിച്ച് നമസ്കരിക്കാൻ ഉദ്ദേശിക്കും. ഞാൻ എന്ത് ചെയ്യും? കുറെ അധികമായി കൊണ്ട് ഞാൻ നമസ്കരിക്കാൻ ഉദ്ദേശിക്കും. പക്ഷേ എന്താണ്, കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കും. ആ കുട്ടി കരയുമ്പോ ആ കുട്ടിയുടെ മാതാവിന് ഉണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എന്റെ നമസ്കാരത്തിന്റെ ദൈർഘ്യം ഞാൻ കുറച്ചു കളയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ചെറിയ കുട്ടികളുമായിട്ട് നമസ്കരിക്കാൻ വരുന്ന സ്ത്രീകളായിരുന്നു അധികവും എന്നുള്ളതാണ് എന്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമസ്കാരത്തിന് മാത്രമല്ല മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ വന്നത്, പിന്നെയോ ഇഅ്തികാഫിരിക്കാനും മുസ്ലിം സ്ത്രീകളായ ആളുകൾ പള്ളിയിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, നമ്മുടെ ഉമ്മയമാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് വിശദീകരിച്ചു തരുന്നു, പ്രവാചകൻ മരിക്കുന്നത് വരെയും പ്രവാചകന്റെ മരണം വരെയും എല്ലാ റമദാൻ മാസത്തിലും അല്ലാഹുവിന്റെ പ്രവാചകൻ ഇഅ്തികാഫിരിക്കുമായിരുന്നു പള്ളിയിൽ കഴിഞ്ഞില്ല. അതിനുശേഷം റസൂലുള്ളാഹിന്റെ മരണത്തിന് ശേഷം ഭാര്യമാരായ ഞങ്ങളും പള്ളിയിൽ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുകയാണ്. ഇത്തഖഫത്ത് മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅത്തും മിൻ അസ്വാജിഹി, റസൂലുള്ളാഹിന്റെ ഒപ്പം റസൂലുള്ളാഹിന്റെ ഭാര്യമാരും പ്രവാചകന്റെ ഭാര്യമാരും എന്ത് ചെയ്യുമായിരുന്നു? ഇഅ്തികാഫിരിക്കുമായിരുന്നു എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട്, ഈ ഇങ്ങനെയുള്ള ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരൊക്കെയും എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? സ്ത്രീകളൊക്കെ ഇഅ്തികാഫിരിക്കുന്നതിനും എന്താണ് അനുവദനീയമാണ് എന്നുള്ളതാണ് എന്ത് സൂചിപ്പിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ
വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണോ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും ഈ വിഷയത്തില് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, പ്രായം കൊണ്ടല്ല ഇസ്ലാമിനെ അളക്കേണ്ടത്, അതല്ലെങ്കിൽ പഠനം കൊണ്ടും വിശുദ്ധ ഖുർആനിനും പ്രവാചകചര്യയ്ക്കും അനുസൃതമായി ആരാണോ സംസാരിക്കുന്നത് അവരെ പിന്തുണയ്ക്കാനുള്ള ബാധ്യത ഓരോ മുസ്ലിമിനും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും പ്രായത്തിന്റെ പക്വത പറഞ്ഞുകൊണ്ട്, പ്രായത്തിന്റെ പക്വതയില്ലായ്മ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുകയും ഇസ്ലാമികമായ ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നതിന് എതിരെയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നിലനിൽക്കേണ്ടത്. ഖുർആനിനും സുന്നത്തിനോടും യോജിക്കുന്ന ഒരു അഭിപ്രായം ആര് പറഞ്ഞാലും ആ അഭിപ്രായത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ബാധ്യതയായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാം, പള്ളിയിൽ പോകുന്നതിനെ വിലക്കുന്ന ആളുകൾ, ജമാഅത്തുകളിൽ പോകാനുള്ള സ്ത്രീകളുടെ അവകാശത്തെ വിലക്കുന്ന ആളുകൾ യഥേഷ്ടം പള്ളിയിലുള്ള മറ്റുള്ള കർമ്മങ്ങളിലേക്ക് ക്ഷണിക്കലുണ്ടല്ലോ. ഉറൂസ് നടക്കുമ്പോ അവിടെ മുഴുവനും മുസ്ലിം സ്ത്രീകൾ വരുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, മറ്റുള്ള ചില കർമ്മങ്ങൾക്ക് പണത്തിന് കൊടുക്കുന്നതിനും സാമ്പത്തികമായ ലാഭം കൊതിച്ചുകൊണ്ടും സ്ത്രീകളെ പള്ളിയിലേക്ക് ക്ഷണിക്കുമ്പോൾ ആരാധനാ സ്വാതന്ത്ര്യം മാത്രം നിഷേധിക്കപ്പെടുകയും അത് മാത്രം നിർവഹിക്കാൻ പാടില്ല, അതിനു മാത്രം വരാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, എന്താണ് അതൊരുമാതിരി ഒരു തരത്തിലുള്ള അവസരവാദമാണ് എന്നുള്ളതായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഏതായിരുന്നാലും ഇസ്ലാം മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പള്ളി പ്രവേശത്തെ വിലക്കുന്നില്ല. പുരുഷന്മാരെ പോലെ അവർക്ക് പള്ളിയിൽ വന്നാൽ അതിൻ്റെതായ പ്രതിഫലം ലഭിക്കും. കാരണം നിർബന്ധമുണ്ട് എന്ന് നമ്മൾ ആരും പറയുന്നില്ല. കാരണം മുസ്ലിം സ്ത്രീകളെ ജമാഅത്തുകളിൽ പള്ളിയിൽ വന്ന് നമസ്കരിക്കല് നിർബന്ധമാണ് എന്നുള്ളത് ആരും പറയുന്നില്ല. പക്ഷേ അവര് സ്വയമേ വന്നാൽ അവർക്കതിനുള്ള പ്രതിഫലം ലഭിക്കും. അവരെ തടയാൻ പാടില്ല, അത് ഹറാമല്ല. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന വലിയ ഒരു ചർച്ചയും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകചര്യയിൽ നിന്നാണ്. വിശുദ്ധ ഖുർആനിലും പ്രവാചകചര്യയിലുമൊക്കെ മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പോയതിനുള്ള നിരവധി തെളിവുകളുണ്ട്. സത്യത്തെ സത്യമായി നമ്മൾ മനസ്സിലാക്കുക, യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الناس أوصيكم ثانيا بالتقوى. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് രണ്ടാമതും വസിയത്ത് ചെയ്യുന്നു ഉപദേശിച്ചു. ചില ആളുകൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ സ്ത്രീ ജമാഅത്തുകളിൽ പങ്കെടുത്തിരുന്നു എന്നും, എന്നാൽ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതോടുകൂടിയാണ് അത് നിരോധിക്കപ്പെട്ടത്, ഹറാമാക്കിയത് എന്നും ചില ആളുകൾ അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നുണ്ട്. എന്നാൽ
ആ പ്രചരണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നതാണ് നമുക്ക് കിതാബുകൾ നമുക്ക് രേഖപ്പെടുത്തി തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലും അതിനുശേഷവും പ്രവാചകന്റെ ഭാര്യമാര് യഖ്റുജുന ഇലൽ മസാജിദി ഫി അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലും വബഅദഹു, അദ്ദേഹത്തിന് ശേഷവും അവർ പള്ളിയിൽ പോവുകയും ജമാഅത്തിൽ പങ്കെടുക്കുകയും തവാഫ് ചെയ്യുകയും ഹജ്ജിന് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഞാൻ സൂചിപ്പിച്ചല്ലോ, ആത്തിക്ക റളിയല്ലാഹു അൻഹയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു വിലക്കുകയും അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നില്ല എന്ന വാദം ഉന്നയിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ആത്തിക്ക റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുമ്പോൾ ആ വിവാഹം കഴിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആത്തിക്ക റളിയല്ലാഹു അൻഹ ഒരു കരാർ വാങ്ങി. ആ കരാറ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കരാർ എന്താണ്? 3 കരാറാണ് ചോദിച്ചത്. 3 കരാറ് ഉമർ റളിയല്ലാഹു അൻഹു ആത്തിക്ക റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തതിന് ശേഷമാണ് വിവാഹം നടന്നത്. ഒന്നാമത്തെ കരാർ എന്ന് പറയുന്നത് ലമ്മാ ഖതബഹാ ശറതത് അലൈഹി. ഒന്നാമത്തെ കരാർ എന്താണ്? ആ അവകാശങ്ങളൊന്നും തടയാൻ പാടില്ല. ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ടുന്ന എല്ലാ അവകാശങ്ങളും എനിക്ക് നൽകണം, അതെനിക്ക് തടയാൻ പാടില്ല. രണ്ടാമത്തേത് ലാ യദ്രിബഹാ വലാ യംനഅഹാ മിനൽ ഹഖി. രണ്ടാമത്തേത് എന്താണ്? എന്നെ അടിക്കാൻ പാടില്ല, എന്നെ എന്ത് ചെയ്യാൻ പാടില്ല? എന്നെ അടിക്കാനോ എന്റെ അവകാശങ്ങളെ നിഷേധിക്കാനോ പാടില്ല. മറ്റൊന്നെന്താണ്? വളരെ പ്രസിദ്ധമാണ്, വലാ മിനസ്സലാത്തി ഫിൽ മസ്ജിദിൻ നബവി. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഞാൻ പോകുന്നതിനെ തടയാനും പാടില്ല എന്ന കരാറ്. ഈ 3 കരാറ് ഉമർ റളിയല്ലാഹു അൻഹു ആത്തിക്ക റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തതിന് ശേഷമാണെന്ത് ആത്തിക്ക റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, ഉമർ റളിയല്ലാഹു അൻഹു സുബ്ഹ് നമസ്കാരത്തില് കുത്തേറ്റ് മരണപ്പെടുന്ന സാഹചര്യത്തില് ആത്തിക്ക റളിയല്ലാഹു അൻഹ പള്ളിയിലുണ്ടായിരുന്നു. ആത്തിക്ക റളിയല്ലാഹു അൻഹ സുബ്ഹി നമസ്കരിക്കാന് അന്നത്തെ ദിവസം അന്നല്ല എല്ലാ ദിവസവും പള്ളിയിലുണ്ടായിരുന്നു. അന്നും കാല ഫലഖദ് തുഇന ഉമറു വ ഇന്നഹാ ലഫിൽ മസ്ജിദി. ഉമർ റളിയല്ലാഹു അൻഹുവിന് കുത്തേറ്റ് വീണപ്പോ അവര് പള്ളിയിലുണ്ടായിരുന്നു എന്ന് ഫത്ഹുൽ ബാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിങ്ങനെ നിരവധി എന്താണ് പ്രസ്താവനകൾ ആത്തിക്ക റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതേപോലെ ജമാഅത്തുകളിൽ നമസ്കാരങ്ങളിലും മുസ്ലിം സ്ത്രീകളായ സഹാബ വനിതകള് അതെ പള്ളിയിൽ പോയിരുന്നു എന്നുള്ളതിന് നിരവധി വചനങ്ങളിൽ എമ്പാടും വചനങ്ങളുണ്ട്. എന്തിനേറെ പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന പല കിതാബുകളിലും ഇമാം ഷാഫിയുടെ അൽ ഉമ്മു പോലെയുള്ള ഗ്രന്ഥങ്ങളില് അവിടെയൊക്കെ എന്താണ്? സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിന് ഒരു നിരോധനവും അവരൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. ഞാൻ സൂചിപ്പിച്ചല്ലോ, ചില പണ്ഡിതന്മാരായ ആളുകള് അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ ചൂഷണം ചെയ്ത് ജീവിക്കുക എന്നത് മാത്രം അടിസ്ഥാനപരമായി കണ്ടുകൊണ്ട് അവരെ പള്ളിയിൽ നിന്ന് തടഞ്ഞ്, അവരുടെ വിദ്യാഭ്യാസത്തെ തടഞ്ഞ്, അവർ ദീൻ പഠിക്കുന്നതിനെ തടഞ്ഞ്, അവരുടെ അക്ഷരാഭ്യാസത്തെ തടഞ്ഞ് നിലനിർത്തി ഇവിടെ ഉദരപൂരണം നടത്തുക എന്നുള്ള തത്വം മാത്രമാണ് പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, എന്താണ് ഹിജാബിന്റെ ആയത്തിറങ്ങിയതിനു ശേഷവും
ശേഷവും ഹിജാബിന്റെ ആയത്തിറങ്ങിയതിനു ശേഷവും മുസ്ലിം സ്ത്രീകള് പള്ളിയിൽ പോയതിന് എത്ര തെളിവുകളാണ്, എത്ര തെളിവുകളാണ് നമുക്കറിയാം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയുന്നു, ജുമുഅ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമില്ലെന്ന് പറഞ്ഞ ചില ആളുകളുണ്ടല്ലോ. നിർബന്ധമില്ല എന്ന് സൂചിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അതിലൊന്ന് പ്രതിബന്ധമുള്ള സ്വതന്ത്ര പുരുഷന്മാര്, സ്ത്രീകള്, അതോടൊപ്പം അടിമകള്, പ്രായപൂർത്തിയെത്താത്തവർക്ക് ഇവരെന്ത് ചെയ്യണം? ജുമുഅയ്ക്ക് ഹാജരായാൽ അവരെന്ത് ചെയ്യണം? ജുമുഅ നമസ്കാരത്തിൽ 2 റക്അത്ത് നമസ്കരിക്കണം. ഇനിയും പ്രതിബന്ധമുണ്ടായി അവർക്ക് ജുമുഅ നമസ്കാരങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ജുമുഅയുടെ സമയം കഴിയുന്നതുവരെയും അവര് കാത്തിരിക്കണമെന്ന്. ജുമുഅ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? അവർക്ക് ളുഹർ നമസ്കരിക്കാൻ പാടുള്ളൂ. കാരണം ഈ സമയത്തിനുള്ളിൽ അവരുടെ പ്രതിബന്ധം മാറിക്കഴിഞ്ഞാൽ, ജുമുഅ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത പ്രതിബന്ധം അവർക്ക് മാറിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് പങ്കെടുക്കാനുള്ള സമയം വരെയും അവരെന്ത് ചെയ്യണം? ളുഹർ നമസ്കാരം നീട്ടിവെക്കണമെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ നമുക്ക് വിശദീകരിച്ചു തരുന്നതായി കാണാൻ സാധിക്കും. ഇങ്ങനെ എത്ര പണ്ഡിതന്മാരാണെന്ന് ഇത്തരത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്, വിശദീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതേപോലെ നമുക്ക് പണ്ഡിതന്മാരോട് സ്നേഹപൂർവം അവരോടൊക്കെ സൂചിപ്പിക്കാനുള്ളത്, ഹറാം അല്ലെ, അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തമായ നിർദ്ദേശമുള്ള ഒരു കാര്യത്തെയാണെന്ത് ഹറാം എന്ന പേരിൽ മാറ്റി നിർത്തുന്നത്. ഹറാമാണ്. സ്ത്രീകൾക്ക്, മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിലും അതേപോലെ ഗ്രഹണ നമസ്കാരങ്ങള്, പെരുന്നാൾ നമസ്കാരങ്ങള്, ജമാഅത്തുകള് ഇവയിൽ പങ്കെടുക്കുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞ് അല്ലാഹു ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഹദീസുകളെ, എത്ര ഹദീസുകളാ ഞാൻ സൂചിപ്പിച്ചല്ലോ, 150ഓളം ഹദീസുകളെയാണ് ഈ കൂട്ടർ എന്ത് ചെയ്യുന്നത്? അവര് ഹറാമാക്കി മാറ്റി നിർത്തുന്നത്. ഇപ്പൊ എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഗൗരവം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ്. കാരണം കുറച്ച് കാര്യങ്ങൾ അംഗീകരിക്കുക, ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ നിർവഹിക്കുന്ന കർമ്മം എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് അംഗീകരിക്കുക. ഇസ്ലാമില് കുറച്ച് അംഗീകരിക്കുക, കുറച്ച് അംഗീകരിക്കാതിരിക്കുക. കാരണം തങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായത് അവരെന്ത് ചെയ്യുക? അംഗീകരിക്കാതിരിക്കുക എന്ന ഒരു പരിപാടിയാണെന്ത് ഇങ്ങനെയുള്ള ആളുകള് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കും പരിചയമില്ലാത്തതാണെന്ത് ഇങ്ങനെയുള്ള ഹറാം വാദം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാത്തിനും സ്ത്രീകൾ വേണം, പള്ളിപ്പിരിവിന് സ്ത്രീകൾ വേണം, അല്ലെ? പള്ളിപ്പിരിവിന് സ്ത്രീകൾ വേണം. പള്ളിയിൽ നടക്കുന്ന മറ്റ് ചടങ്ങുകൾക്കൊക്കെ, നമസ്കാരമല്ലാത്ത ചടങ്ങുകള്, ചന്ദനക്കുടം വരാൻ പോവാ, അതിലൊക്കെ നമ്മുടെ സ്ത്രീകള് ഓട്ടമാണല്ലേ. അത് കാണാൻ വേണ്ടി പോകുന്ന, അതിൽ പങ്കെടുക്കാൻ വേണ്ടി, അതിന്റെ കഥാപ്രസംഗങ്ങളും ഇസ്ലാമികപരമായ ചടങ്ങുകളൊക്കെ കാണാൻ വേണ്ടി സ്ത്രീകൾക്ക് യഥേഷ്ടം വരാം. പക്ഷേ അല്ലാഹുവിനെ ആരാധിക്കാൻ, അല്ലാഹുവിനെ സ്മരിക്കാൻ, നമസ്കാരത്തിൽ മാത്രം പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതെന്താണ്? എത്രമാത്രം ദാക്ഷ്യമായ കാര്യമാണ്. എത്രയോ ഹദീസുകളെ നിഷ്കാസനം ചെയ്തിട്ടാണ് ഈ വിഭാഗം ആളുകള് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് കൂലി കിട്ടുന്ന കാര്യത്തില് ഹറാം പറഞ്ഞുകൊണ്ട്, ഹറാം വാദം പറഞ്ഞുകൊണ്ട്, ഹിജാബിന്റെ ആയത്തിനെ പോലും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അതിന് മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ഏതൊരു നിയമവും നമ്മൾ പഠിക്കേണ്ടത്. ആ നിയമം എന്ന് പറയുന്നത് ഖുർആനാണ്. ഖുർആനിൽ അടിസ്ഥാനപ്പെടുത്തി ഹദീസുകളിൽ പറയുന്ന കാര്യങ്ങളെ മുൻനിർത്തിയായിരിക്കണം ഇസ്ലാമിലെ ഓരോ വിഷയത്തെയും നമ്മൾ അപഗ്രഥിക്കേണ്ടതും പഠിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതും അവിടെ തന്നെയായിരിക്കണം ഉറച്ചു നിൽക്കേണ്ടത്. അങ്ങനെയാകുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ത്രീകൾക്ക് ജമാഅത്തുകളില് അനുവാദം ചോദിച്ചാല് നമ്മൾ കൊടുക്കണം. അവരെ തടയാൻ പാടില്ല. അവരും പഠിക്കട്ടെ. ജമാഅത്തുകൾ വന്നുകൊണ്ട് ഇസ്ലാമികമായ
പഠനങ്ങള് ജുമയ്ക്ക് വന്നുകൊണ്ട് മലയാളത്തിലുള്ള ഖുതുബകൾ അവർ കേൾക്കട്ടെ. അവരുടെ മനസ്സുകളിലേക്ക് ഇസ്ലാമിന്റെ സുന്ദരമായ വചനങ്ങള് കേട്ടുകൊണ്ട് അവരും പഠിക്കട്ടെ. അതായിരിക്കണം ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കടമയായിട്ടുള്ളത്. ഇസ്ലാം ഒരിക്കലും സ്ത്രീ പള്ളിപ്രവേശത്തെ വിലക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 16 വയസ്സുള്ള ഫാത്തിമ നർഗീസ് എന്ന് പറയുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാലും 60 വയസ്സുള്ള ഒരു സഹോദരി എന്ന് പറഞ്ഞാലും എന്താണ്? ഇസ്ലാമിലെ സത്യം തന്നെയാണ്. അതിനെ ആരും മൂടി വെക്കാൻ ശ്രമിച്ചാലും അത് മൂടാൻ സാധിക്കാത്ത തരത്തിലുള്ളതാണ് ഇസ്ലാമിന്റെ സത്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാര്യങ്ങളെ കാര്യമായി മനസ്സിലാക്കുക, വ്യക്തമായി മനസ്സിലാക്കുക. പഠിച്ച് ഒരു കാര്യത്തെ നമ്മൾ അപഗ്രഥിക്കുക. അള്ളാഹു സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്ന്, നമ്മുടെ പള്ളി ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എല്ലാ ഖുതുബകളിലും നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാ ആഴ്ചയും ബക്കറ്റ് പിരിവുകൾ നടത്തുന്നുണ്ട്. നിങ്ങളുടെ സഹായങ്ങൾ കാര്യമായിട്ട് നമ്മുടെ ബക്കറ്റുകൾ ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തേത്, രോഗികളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തകന്റെ ഒരു ബന്ധു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. സർജറി കഴിഞ്ഞ് അഡ്മിറ്റായി കിടക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് ശമനം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഭയപ്പെടുന്ന ഒരു അസുഖവും ഇല്ലാത്ത തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതൊക്കെ നന്മയിലേക്ക് പോകുന്ന, അതൊക്കെ വളരെ നെഗറ്റീവായി തന്നെ അതിന്റെ റിസൾട്ടുകൾ വരുന്ന തരത്തിലേക്ക് അള്ളാഹു അവർക്ക് എല്ലാവിധമായ സൗഖ്യങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം ഇങ്ങനെയുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരിമാരുണ്ട്. മറ്റൊരു സഹോദരി, നമ്മുടെ പ്രവർത്തകയായ ഒരു സഹോദരി തന്നെ ഇങ്ങനെയുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കും അള്ളാഹു സൗഖ്യവും സുഖവും എത്രയും പെട്ടെന്ന് എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള ശമനം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിലും ഒരുപാട് രോഗികളായ ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു എല്ലാവിധമായ ആരോഗ്യകരമായ ശമനങ്ങൾ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ എല്ലാവർക്കും മഹ്ഫിറത്തും മർഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിങ്ങളായതിന്റെ പേരിൽ ലോകത്ത് ഒരുപാട് വിശ്വാസികളുടെ സമൂഹം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മർദ്ദനങ്ങളും യുദ്ധക്കഥകളും അനുഭവിക്കുന്നുണ്ട്. അവിടെയൊക്കെ അള്ളാഹുവിന്റെ വിജയവും കാരുണ്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.